guys, I'm back. Big Boss Season 7 Episode 9 Reaction. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ചില എപ്പിസോഡുകൾ മിസ്സായെന്ന് നിങ്ങൾക്ക് അറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, ചെയ്ത് തീർക്കാൻ പറ്റാത്തത് കൊണ്ടും കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ഓഗസ്റ്റ് 17 എന്റെ കല്യാണമാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കി കൂടെ പോകുന്നത് കൊണ്ടൊക്കെയാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ബിഗ് ബോസിൽ കാര്യമായി റോസ്റ്റ് ചെയ്യാനുള്ള കോണ്ടന്റ്സ് ഒന്നും കിട്ടുന്നുമില്ല. അത് റീസൺ ആണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ റിവ്യൂ പോലെയൊക്കെ ആയിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് തീരാത്തത് കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. സോ പ്ലീസ് ഡു സപ്പോർട്ട്. ഓക്കെ, അപ്പൊ സംസാരിച്ചത് സമയങ്ങളില്ല, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. എപ്പിസോഡ് തുടങ്ങുന്ന ജിസല ചേച്ചി പാതിരാത്രി ക്രീം ഇടുന്നത് കാണിച്ചിട്ടാണ്. എന്താ മോനെ, രാവിലെ തന്നെ പൈപ്പിൽ വെള്ളം തീരും, ഓടി വാ. ഈ ഡാൻസേഴ്സ് അത്ര പോരാട്ടെ, എനിക്ക് ഇഷ്ടപ്പെടാനുള്ളവർ, അതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കുന്നില്ല. നൽകിയ യൂണിഫോം ധരിക്കേണ്ടതാണ്. രാവിലെ തന്നെ നമ്മുടെ ജിസലിന്റെ ഡ്രസ് ഉരിക്കാനുള്ള പ്ലാനുമായിട്ട് ബിഗ് ബോസ് വന്നു. ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ജിസൽ ചേച്ചിനെ തൊട്ട് കളിച്ചാണ്ടല്ലോ. യെസ്, ഇംഗ്ലീഷിൽ തന്നെ പറയും. നിനക്ക് മലയാളം അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ തെറി പറയുന്നോളാ പാട്ടികളെ. ഏത് ഭാഷയിലൂടെ ഞാൻ പറഞ്ഞിരിക്കും. നൽകിയ യൂണിഫോം ധരിക്കേണ്ട. തിരുപ്പിച്ച് കൊല്ലു. അത് പോയിന്റ്. ഗുഡ് മോർണിംഗ് സുപ്രഭാത. പക്ഷേ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അങ്ങനെ നീ മലയാളം പറ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ വിങ്സിന്റെ കൂടെ ചേച്ചിക്ക് ബ്ലാക്ക് ഇട്ടതായിരുന്നു അതിന്റെ ഒരു ഭംഗി. പുരപ്രവേശനത്തിൽ ഒരു സെക്കൻഡ് നഷ്ടമാവുന്നത്. അപ്പൊ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, വിങ്സ് ചിലർ ധരിച്ചാലും ചിലർ ധരിച്ചില്ലെങ്കിലും നിങ്ങളുടെ പോയിന്റ് കട്ട് ചെയ്യും. അപ്പൊ ധരിക്കേണ്ടവർ ധരിക്കണം, ധരിക്കേണ്ടാത്തവർ ധരിക്കരുത്. അവർ ധരിച്ചാലും ഒരു സെക്കൻഡ് പണിപ്പുരയിൽ നഷ്ടമാവും. അതും പറഞ്ഞ് പണിപ്പുര പ്രവേശനത്തിന്റെ കുറെ നിയമങ്ങൾ പറഞ്ഞു. അതൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് മോർണിംഗ് ടാസ്ക്. ഈ റാങ്കിംഗ് ടാസ്ക് എന്തായിരുന്നു അറിയോ? റാങ്കിങ്. ഞാൻ ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കാൻ പോവാണ്. റാങ്കിങ് തുടങ്ങി അപ്പൊ തന്നെ നമ്മുടെ അനീഷിന്റെ വിരളി പൂണ്ട പ്രകടനമായിരുന്നു നമ്മൾ കണ്ടത്. വേറെ ഒന്നല്ല, ഒന്നാം സ്ഥാനം എനിക്ക് വേണം എന്ന് ഉള്ളി വാശി പിടിച്ച് തുടങ്ങിയിട്ട് അത് തീരുന്നത് വരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് ചെവി തരുന്നില്ല. ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ്. അനീഷ് ബീലേക്ക് ഇത് എന്റെ ടയറാടാ, ഞാൻ തരില്ല ഒന്നാം സ്ഥാനത്തിന് ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. ഈ ചെവിയിൽ മൂട്ട പോയ പോലെ തന്നെ ആർക്കും ദേഷ്യം വരും. അനീഷ് ഒരു 14ാം സ്ഥാനത്തിരിക്കട്ടെ എന്നാണ് ഞാൻ. പക്ഷെ വെറുപ്പിക്കലാണെങ്കിലും അനീഷ് വെറുപ്പിച്ച് കൈ തന്ന് ബിഗ് ബോസിൽ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നേ വരെ ആരും കാണാത്തൊരു കോമണറായിട്ട് അനീഷ് മാറുന്നുണ്ട്. പക്ഷെ പുറത്ത് ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് അനീഷിന് അറിയാം. 19ാമത്തെ സീറ്റിൽ പഠിക്കാം. ബിക്കോസ് റാങ്കിങ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നെവിൻ പറഞ്ഞു എനിക്ക് 19 മതി, കാരണം എനിക്ക് അവിടെ കയറാൻ പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ പോവാ? ഇതിനൊരു ഗുഡ് ഡിസിഷൻ ഞാൻ പറയില്ല, കാരണം മാറ്റി ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് അല്ല. അവിടെ പോയി അവിടെ നിങ്ങളൊക്കെ പറയണ്ടേ, ഇതെല്ലാവരും ശ്രദ്ധിക്കുന്ന ടാസ്ക് അല്ലേ. നിങ്ങൾ നോക്കി പറയൂ, അവിടെ ഞാൻ പോയിരിക്കും, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, എലിനയുടെ നിറകൂട്ടമേ ഫസ്റ്റോ സെക്കൻഡോ തേർഡ് എന്ത് തന്നാലും ഞാൻ എന്റെ ബിൻസി. ഓക്കെ, അത് ശരി, 1, 2, 3 സ്ഥാനം തന്നെ ഞാൻ സ്വീകരിക്കാം. ഭയങ്കര തമാശക്കാരിയാണ്. ടാലന്റ് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള സാധനമാണ് പണിപ്പുര. ഫസ്റ്റ് ഡേ മുതൽ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണിപ്പുര കയറിയാൽ എന്തെടുക്കാൻ പറ്റുമെന്ന് ഇപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരൻ ബിയിലേക്ക് ഞാൻ കയറിയ 200 പോയിന്റിന് പകരം ഞാൻ 5000 പോയിന്റിന് സാധനം കൊണ്ടുവരും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കേട്ടോ. എന്നെ വിട്ടാ നല്ലതായിരിക്കും. കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് കയറാൻ പറഞ്ഞപ്പോ ഒരാള് പോയില്ല. നീ വെക്ക എന്ന് പറഞ്ഞ ആൾക്കാരാ പടി കൂടെ നോക്ക്. അപ്പൊ എന്തായാലും 10ാം സ്ഥാനം കിട്ടിയ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് നീ എന്തിനിങ്ങനെ കാണിക്കുന്നേ? സെക്കൻഡ് ഷാനവാസിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രസ് ഉള്ള ആൾക്കാരെ നമ്മൾ ഫസ്റ്റ് നിർത്താം. അവർക്ക് 30 സെക്കൻഡ് കിട്ടും. അവർക്ക് പോയിട്ട് ഫുഡ് ഐറ്റംസ് എടുക്കാം. അത് കഴിഞ്ഞ് ഡ്രസ് ഇല്ലാത്തവർക്ക് 10 സെക്കൻഡ് വെച്ച് കിട്ടട്ടെ. ഈ റാങ്കിങ്ങിന്റെ ഓർഡറിലാണ് ഈ പണിപ്പുരയിൽ കയറാനുള്ള ടൈം കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോ അനീഷ് പിന്നെയും കസേരയും കൊണ്ട് വന്നു. നല്ല സ്പേസ് ഇവിടെ ഇടാം. അയ്യോ, എന്റെ കാല് തല്ലി ഓടിച്ചേ. ഈ ഇങ്ങനെ പറഞ്ഞ ഇനി മനസ്സിലാവുമ്പോൾ മരിക്ക് പറ. എന്നാ ഞാൻ പറ്റിച്ചേ, ഞാൻ ഡ്രാമയല്ല, ഞാൻ സിനിമയാണ് ഉദ്ദേശിച്ചത്. എന്റെ കാലൊടിച്ചിട്ടാണോ താൻ ഡയലോഗ് പറയുന്നേ? അറിയല്ല, വെള്ളം വെള്ളം വെള്ളം. ഇവർക്ക് ഈ ഇവിടുത്തെ ഭാവിയാണോ സെയിം കാര്യം തന്നെ 10 തവണ പറഞ്ഞിരിക്കുന്നത്? ഇയാൾക്ക് വയ്യ, ഒന്നും മിണ്ടാതിരേ. നമ്മള് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാണ് ചെയ്യേണ്ടത്. സ്ഥാനം എഴുതിയ കാർഡ് ഓരോരുത്തർ കഴുത്തിലിടാൻ പറഞ്ഞു. ബിഗ് ബോസ് കൊടുത്ത ടൈം തീരാറായപ്പോ ഷാനവാസ് പറഞ്ഞു, എടാ അയാൾക്ക് ഫസ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്ക്, നമുക്ക് പോയി സാധനങ്ങൾ എടുക്കാലോ. പനി പറഞ്ഞു സമ്മതിക്കില്ല ഞാൻ. അപ്പൊ ഷാനവാസ്, എടാ നിനക്ക് ബുദ്ധിയില്ലേ, ബുദ്ധി വെച്ചാലോക്കി. അപ്പൊ നീ എന്നാ ഓക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചിന്തിക്കുന്നതിലേറെ നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിക്കണല്ലേ അല്ലേ?
അപ്പൊ അക്ബർ ഇയാൾക്ക് 1-ാം സ്ഥാനത്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ എനിക്ക് വേണ്ട, ഞാൻ ഈ ഡ്രസ് ഇട്ട് പിടിച്ചിരിക്കും. അല്ല പിന്നെ ഫസ്റ്റ് ഇരുന്നിട്ട് എനിക്ക് ഡ്രസ് വേണ്ട. അപ്പൊ അക്ബർ അങ്ങനെ പറഞ്ഞോ, എന്നാ ഞാൻ ബുദ്ധി വെച്ച് മാറ്റി ചിന്തിച്ചിട്ട് ഇമോഷണലി ചിന്തിക്കട്ടെ, എനിക്കും വേണ്ട. നീ അല്ല 5 മിനിറ്റ് മുമ്പ് ഓക്കെ എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു പോയേ. നമ്മൾ ഇവനോട് തോൽക്കുന്നില്ല, ഇവന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാവരും തോൽക്കണ്ട, അനീഷിന്റെ മുമ്പിൽ തോൽക്കണ്ട എന്നുള്ള ഡിസിഷൻ എടുത്ത് അനീഷിന്റെ വാശിയുടെ മുമ്പിൽ ഇവരുടെ വാശി ജയിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സും ഫുഡ് ഐറ്റംസും എല്ലാം നശിപ്പിച്ച് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. കഴുത്തീന്ന് വലിച്ചു പറിച്ചെടുത്തു തരാം, ഒന്നല്ലേ തരാം. എന്റെ കഴുത്തീന്ന് വലിച്ചു അടി എന്റെ തൊണ്ടയിൽ ആംപ്ലിഫയർ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. ജാതി വെറുപ്പിക്കുന്നു. എവിടെന്നാണ് ഈ സൗണ്ട് വരുന്നത്? ആ പണിപ്പുരന്ന് കുറച്ച് ഡ്രസ്സ് എടുത്താണ്ട് ഉണ്ണാക്കി തിരികെ അത്രയും നേരം മിണ്ടാണ്ടിരിക്കുന്നത്. ആദ്യത്തേത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇവർ കറക്റ്റ് സമയത്ത് ഏകകണ്ഠമായി തീരുമാനിക്കാത്തത് കൊണ്ട് തന്നെ പണിപ്പുര ടാസ്ക് 3G ആയി ഗൈസ്. ആർക്കും ഒന്നും കിട്ടിയില്ല. അത് ഒരാളുടെ ഔദാര്യത്തിൽ നമുക്കത് കിട്ടും. എവിടെയും ഞാൻ എല്ലാവരും എനിക്ക് അവന് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടണ്ടെന്നുള്ള ഒരു സ്വാർത്ഥത എനിക്ക് അങ്ങനെ കൊടുത്തിട്ട് വേണ്ടാന്നേ. മര്യാദയ്ക്ക് വല്ല ഫുഡും വെച്ച് അവിടെ കയറി ഇരിക്കണ്ടേന്. ഷാനവാസ് ഇതൊക്കെ ഇവിടെ ഉണ്ടാ? ഇന്ന് ഉച്ചക്ക് എന്തൊക്കെ അറിയി? സരിക ചേച്ചി ഇന്ന് ഉച്ചയ്ക്കാ? അതൊന്നുമില്ല, ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാം. പാരട്ട തള്ളേ, നിങ്ങളല്ലേ പറഞ്ഞേ ബീട്രൂട്ട് തോരനുണ്ട് മറ്റേ തോരനുണ്ട്? കൊതിപ്പിക്കണം മനുഷ്യനെ. സ്വന്തം വസ്തു പുതിയ ക്യാപ്റ്റനായ ഷാനവാസിന് നൽകി. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നമ്മുടെ അനീഷിന്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഷാനവാസിന് കൈമാറിയിട്ട് ക്യാപ്റ്റൻസി കൈമാറാൻ. ഈ കോമ്പാണ് തരുന്നത്. അനീഷ് ഒരു ചീപ്പ് കൊടുത്തു. സ്വഭാവം അനീഷ ഇത് ചീപ്പ് ഷോ ആയിട്ടാ. 8-ാം ദിവസം വൈകിട്ട് നേരത്തെ ജിസലിന്റെ പാന്റ് എവിടെ പോയി? ഓ പാന്റ് ഇട്ടിട്ട് സ്റ്റൈലില്ല, അപ്പൊ ഇതാക്കി. കൊള്ളാടി മോളെ, നല്ല. സീസൺ 7 ഇവിടെ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. നിർത്തിയേക്കേ? TV നിർത്തിവെച്ചെന്നാണ് ഉദ്ദേശിക്കുന്നത്? മറ്റ് ആക്ടിവിറ്റികളോ ഈ വീട്ടിൽ ഉണ്ടാവില്ല. ഓ നിർത്തിവെക്കാത്തതിന്റെ റീസൺ കേട്ടോ, മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. നല്ല കാര്യം, നിങ്ങൾ മിണ്ടണ്ട, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ടാസ്ക് ചെയ്യേണ്ട, വെറുതെ ഇരുന്ന് ഫുഡ് അടിക്കാം, പൈസയും കിട്ടും. നിങ്ങളെ അതിഥികളായി മാത്രം കണ്ടുകൊള്ളാം. നല്ല കാര്യം, വേഗം നിർത്തിക്കോ. മേക്കപ്പ് വസ്തുക്കൾ ഇല്ലാത്തവർക്ക് ജിസൽ ബി ലൈക്ക് ഇതെനിക്കുള്ള പനിയാ. ഇതിനകത്ത് എന്തോ ട്യൂബ് എടുത്തിട്ട് കണ്ണാടിയിൽ അവിടെ പോയി നിൽക്കുന്ന കണ്ടു. ബിൻസി നീ ഇതൊക്കെ എപ്പ കണ്ടു മുത്തേ? പ്രോഡക്റ്റ് എവിടെ? അനീഷ് ബി ലൈക്ക് എന്നിട്ട് ആ സാധനം എവിടെ പോയി? ജിസൽ എന്റെ മുഖം കണ്ടോ? അതൊക്കെ ഇട്ട പോലെ ഉണ്ട്. നോക്ക് നോക്ക് നോക്ക്, ഉണ്ട്, ഇട്ട പോലെ ഉണ്ട്. ഇത് നിങ്ങളുടെ മിഡ് വീക്ക് എവിക്ഷൻ. അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് 6 പേരെ സെലക്ട് ചെയ്യുക. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ചേർന്ന് ഇവരെയൊക്കെ അങ്ങോട്ട് സെലക്ട് ചെയ്തു. സരിക ബി ലൈക്ക് നിങ്ങൾ എന്നെ തേച്ചതാണല്ലേ. സരിക ബി ലൈക്ക് പുല്ല് നല്ല അടിപൊളി ഫുഡ് ഇവർക്ക് മൂക്കുമുട്ട കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെന്നെ പുറത്താക്കാൻ തീരുമാനം എടുത്തല്ലേ. നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എല്ലാവരും. അക്ബറിനും ഷാനവാസിനും കഴിഞ്ഞ വീക്കിലെ ടാസ്ക് വഴി ഡയറക്റ്റ് നോമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരിൽ നിന്നും മറ്റേ നോമിനേഷനിലേക്ക് വീക്കെൻഡ് നോമിനേഷനിലേക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ അഭിലാഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷൻ ഉണ്ട്. അതായത് 6 പേര് മിഡ് വീക്ക് എവിക്ഷനിലും മറ്റവര് വീക്കെൻഡ് എവിക്ഷനിലും ഇരിക്കുക. അഭിലാഷ് മാത്രം സേഫ് ആയി. അഭിലാഷിലേക്ക് എനിക്ക് ഭ്രാന്തായ നാട്ടുകാർക്ക് ഭ്രാന്തായ അണുബോംബ് നമ്മുടെ നടുക്കോട്ട് ബിഗ് ബോസ് ഇടാൻ. മിഡ് വീക്ക് എവിക്ഷനിൽ വന്നവർക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുത്തു. ഒരു സൈഡിലുണ്ട്, ഒരു സൈഡിലില്ല. വീക്കിലി എടാ ഇത് വെച്ച് നടന്ന കണ്ണുവേദന എടുക്കില്ലേ വയ്യ ബിഗ് ബോസ്. രേണു ചേച്ചിയൊക്കെ മിഡ് വീക്ക് എവിക്ഷനിലുണ്ട്. രേണു ചേച്ചി എനിക്ക് വയ്യടേ ഇവിടെ നിൽക്കാൻ വയ്യ. അയ്യോ എന്നിട്ട് പുറത്ത് എനിക്ക് ഓട്ടേനും വയ്യ പോലും. നാളെ അവിടേക്ക് പോവോ? ഇല്ലല്ല എനിക്ക് വയ്യ. എന്റെ പൊന്നു രേണു ചേച്ചി നിർത്തി പോവല്ലേ. ആ കണ്ണില്ലാത്ത തത്തമ്മേനോട് ഇങ്ങനെ സംസാരിക്കണം. എന്നെ ആരിനെ പറ്റിട്ട് എന്തൊക്കെയാ എന്താ പറയണേ? ആര്യന്റെ കൂടെ ഉറങ്ങുമ്പോ കാലൊക്കെ അതിൽ സത്യം ഉണ്ടല്ലോ. ഡ്രസ്സൊക്കെ ഇടാൻ തോന്നുന്നു. പിന്നെ എനിക്ക് അപ്പൊ ഇപ്പൊ ഇടുന്നില്ലേ? 7 ഇട്ടില്ലേ, ഞാൻ 10-20 കൊണ്ടുവന്നു. കള്ളപ്പന്നികള്. അയൽക്കൂട്ടം ടീമിലേക്ക് നമ്മുടെ ബിൻസിയും കൂടി എൻ്റർ ആയിട്ടുണ്ട്. ഇവൻ ഇച്ചിരി ഓവറാ. എടാ മണ്ട, നിങ്ങളാടാ ഓവർ. അനൂപിലേക്ക് നീ ഇവിടെ വന്ന് കിടന്ന ഞങ്ങൾ അവിടെ കിടക്കൂടാ. എന്റെ പൊന്നു ഇവനെ നീ ഇത് ഫണ്ണായിട്ടാണ് ചെയ്യണേ. തക്കാളി അടിച്ചു മാറ്റി തിന്നണാണോ നിന്റെ ഫണ്ണ്? എന്റെ പൊന്നു ഗൈസ്, ഈ ബിഗ് ബോസിൽ ഒന്നും നടക്കുന്നില്ല. നീ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇറ്റ്സ് വെരി ബോറിംഗ് ഷോ നോ. കഴിഞ്ഞ സീസണിലൊക്കെ എന്ത് രസമായിരുന്നു റോസ്റ്റ് ചെയ്യാൻ. ഈ സീസണിൽ ഒന്നുമില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു.